വെൽക്കം ടു കോഗ്നി ഹബ്ബ്. യുവർ ചൈൽഡ് ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ഹിയർ. അതെ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഇവിടെ നിന്ന് തുടങ്ങുന്നു. കോഗ്നി ഹബ്ബ് ചെയ്യുന്നത് എന്താണെന്നും അതുപോലെ ഈ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഡീറ്റെയിലുമാണ്. ഒരു പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് തന്നെയാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാനുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് വരെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഈവൻ നിങ്ങൾ ട്രെയിനിങ്ങിന് പങ്കെടുപ്പിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഈ ഒരു ട്രെയിനിങ് വഴി കിട്ടും. ഇവിടെ നമ്മൾ കോഗ്നി ഹബ്ബിൽ കൊടുക്കുന്നത് AI, റോബോട്ടിക്സ്, IoT, കോഡിങ്, അതുപോലെ തന്നെ ഇന്നോവേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻ തന്നെയാണ് എല്ലാം. അത് ഒരു ഇൻഡസ്ട്രി ലെവൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, എഞ്ചിനീയേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ട്രെയിനിങ്ങുകളും ഇപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പല ട്രെയിനിങ്ങുകളും ഉണ്ട്. കോഗ്നി ഹബ്ബ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ട്രെയിനിങ്ങുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നടന്ന ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഗ്നി ഹബ്ബിനെ കുറിച്ചും കോഗ്നി ഹബ്ബ് ലീഡ് ചെയ്യുന്നതിനെ കുറിച്ചും ആരാണ് ഇതിനെ നയിക്കുന്നതിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ കോഴ്സിൻ്റെ പ്രത്യേകത, കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പറയുന്നത് നമ്മൾ മുൻപേ ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾ ചെയ്ത ചില പ്രോജക്റ്റുകൾ മാത്രം. നൂറുകണക്കിന് പ്രോജക്റ്റുകളുണ്ട്, എല്ലാം ഇതിൽ പറയാൻ പറ്റില്ല. ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. റിയൽ പ്രോജക്റ്റ് ആയിരിക്കും നമ്മുടെ കുട്ടികൾ ചെയ്തത്. പിന്നെ അവരെല്ലാം ന്യൂസ് മേക്കേഴ്സാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ടോ അത് ന്യൂസിൽ ഒക്കെ വന്നിട്ടുണ്ട്. കാരണം യുണീക്കായിട്ടുള്ള പ്രോജക്റ്റുകളാണ് അവർ ചെയ്തത്. അതുകൊണ്ടുണ്ടാവുന്ന അവർക്ക് വരുന്ന അഭിമാനം അത് വളരെ കൂടുതലാണ്. കാരണം ന്യൂസിലൊക്കെ വരും ഒരു പുതിയ കൺസെപ്റ്റ്, പുതിയ സംഭവം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അത് ഒന്ന്. രണ്ടാമത് അവർക്ക് കിട്ടുന്ന സ്കില്ലുകൾ, കാര്യങ്ങൾ, അതൊക്കെ ഇതിൽ പുറകെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ വരുന്നുണ്ട്. സ്മാർട്ട് സ്റ്റിക്ക്, അന്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്മാർട്ട് സ്റ്റിക്ക് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുമ്പത്തെ ട്രെയിനിങ്ങിൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ പഴയ ഒരു ടാറ്റ സുമോ വണ്ടി ലോകത്ത് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പം നമുക്ക് റിമോട്ട്ലി മൊബൈൽ ഉപയോഗിച്ച്, ഇപ്പം ലേറ്റസ്റ്റ് വണ്ടിയിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള വണ്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് അതെല്ലാം ആ ഒരു പഴയ വണ്ടിയിൽ ചെയ്തു. അത് ബിടെക് കഴിഞ്ഞ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്ത ഒരു പ്രൊജക്റ്റിലാണ് നമ്മളത് ചെയ്തത്. അത് വരുന്നത് വണ്ടി നമുക്ക് ലോകത്ത് എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം, AC കൺട്രോൾ ചെയ്യാം, ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, വണ്ടിയിലെ ഹോൺ അടിക്കാം, വണ്ടിയുടെ ലൈറ്റ് കത്തിക്കാം, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളെല്ലാം നമുക്ക് റിമോട്ട്ലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റവും വണ്ടിക്ക് അടുത്ത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അലേർട്ട് വരും. വണ്ടിയിലേക്ക് ആരെങ്കിലും ഹാൻഡിൽ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡോറ് തുറന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അലേർട്ട് വരുന്ന സിസ്റ്റം. പിന്നെ അതിൽ നിന്ന് തന്നെ അലാറം അടിയുന്ന സിസ്റ്റം. എൻജിൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും റിമോട്ട്ലി. എൻജിൻ ആരെങ്കിലും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അറിയും. അതുപോലെ തന്നെ വണ്ടിയിലെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ചെയ്തത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളാണ് ചെയ്തത് എന്നുള്ളത് മാത്രം. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പിന്നെ റോബോട്ട്സിന്റെ ഒരുപാട് ഫുഡ് സെർവിങ് റോബോട്ട്സ്, അങ്ങനെ വേണ്ടിയിട്ടുള്ള ലൈൻ ഫോളോയിങ് റോബോട്ട്, അങ്ങനെ റോബോട്ടിന്റെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ. പിന്നെ റീസെൻ്റ്ലി ഇത് കുറച്ച് മുമ്പ് ചെയ്തത് AI ബേസ്ഡ് ആയിട്ടുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്റെ ഒരു മാപ്പാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാകുന്ന നിയോജക മണ്ഡലങ്ങളുടെ കണക്ക്, എല്ലാ നിയോജക മണ്ഡലവും ഉണ്ട്. അതിൽ നമ്മൾ കൈ വെക്കുമ്പോൾ ടച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ മണ്ഡലത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അതിൽ നിന്ന് തന്നെ വോയിസ് ആയിട്ട് കിട്ടും. വോയിസ് ആയിട്ട് ഓരോ ഫുൾ ഡീറ്റെയിൽസ് നിയോജകമണ്ഡലത്തിൽ ആദ്യത്തെ MLA മുതൽ എന്താണോ വരുന്നത് അതെല്ലാം നമുക്ക് കിട്ടും. അതിൻ്റെ ഡാറ്റാസൊക്കെ അവർ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ അവർക്ക് കളക്ട് ചെയ്ത ഡാറ്റാസ് എല്ലാം നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അത് പലതരത്തിലും മാപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ ക്രോപ്പ് ഡിസീസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് നമുക്ക് ഒരു ചെടിയോ ഇപ്പം കർഷകർക്ക് ആവശ്യമുള്ള ഒരു സിസ്റ്റമാണ്. നമ്മളത് ചെടികളിലെ ഇല നോക്കിയിട്ട് അതിൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന് എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് ഒരു AI ബേസ്ഡ് സൊല്യൂഷനാണ്. അതിൻ്റെ എന്താണോ ഇതിപ്പം മാഗ്നീഷ്യം കുറവാണ് അല്ലെങ്കിൽ പൊട്ടാഷ്യം എന്താണോ ഇതിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇതിൻ്റെ അസുഖം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റം. പിന്നെ സ്കൂൾ ബസ്സിൽ സ്റ്റുഡൻ്റൊക്കെ കുട്ടികൾ ഉറങ്ങിപ്പോയാൽ അവരവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പേരൻസിനും കുട്ടികൾക്കൊക്കെ മെസ്സേജ് പോകുന്നൊരു സിസ്റ്റം. അത് സെൻസറൊക്കെ വെച്ച് ചെയ്ത ഒരു സിസ്റ്റമാണ്. അതും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ് ചെയ്തത്. ഇങ്ങനെ കുട്ടികൾ ഈ സ്കൂൾ സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും എല്ലാവരും ചെയ്ത പ്രൊജക്റ്റുകൾ ഒരുപാടാണ്.
ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഇനി ഹൂ ലീഡ്സ് മെൻഡേഴ്സ് ദിസ് ട്രെയിനിങ്? മെൻഡേഴ്സും ആയിട്ട് ആരൊക്കെയാണ്? ഓഫ് കോഴ്സ് ഞാനാണ്, എൻ്റെ പേര് റഷീദ് മുഹമ്മദ്. CEO ആണ്, ഹെഡാണ് റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ. ഇപ്പോൾ ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്പിങ്ങിലാണ്. അതുപോലെ ടെക്നോ സയൻറ്റിസ്റ്റ്, ഇന്നോവേറ്ററാണ്. AI-യിലും റോബോട്ടിക്സിലും ഇലക്ട്രോണിക്സിലും അതുപോലെ പ്രോഗ്രാമിങ്, ഓട്ടോമേഷൻ, ഇതിലൊക്കെയാണ് കോറായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്മാർട്ട് സിസ്റ്റം ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലീഡർഷിപ്പിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ സ്മാർട്ട് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേറ്റന്റ് എടുത്തതുണ്ട്, പേറ്റന്റ് അപ്ലൈ ചെയ്തതുണ്ട്. ഒരുപാട് പ്രോഡക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി ലെവലിലായിട്ടുള്ള പ്രാക്ടിക്കൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോയെന്ന് മുമ്പ് പറഞ്ഞു. ഞാൻ നേതൃത്വം കൊടുത്തിട്ട് നമ്മുടെ കമ്പനി ചെയ്ത പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. വളരെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞാൽ ഇപ്പം അതിന് തന്നെ ഒരുപാട് 2 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാം. ഓപ്പുലൻസ് ടെക്നോളജി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CWRDM, CMFRA അങ്ങനെ പോലെയുള്ള ഒരുപാട് ഓർഗനൈസേഷനുണ്ട്. റിസർച്ച് ചെയ്യുന്ന ഓർഗനൈസേഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് റിസർച്ചുകൾ ചെയ്ത് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. ഒരു എക്സാമ്പിൾ, ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ, റിമോട്ട്ലി മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെതർ സ്റ്റേഷൻ കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് അറിയാനും ഹിസ്റ്റോറിക് ഡാറ്റ കിട്ടാനും ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണത്. ഒക്കെ സാധാരണ ഇമ്പോർട്ട് ചെയ്യാറാണ്. ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഇതൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മുടെ മഴയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ. ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു ക്രോപ്പ്, ഒരു ചെടി, അത് എന്താവട്ടെ, ഇപ്പം വെണ്ടയാവട്ടെ, കൃഷി സാധനത്തിന് റംബൂട്ടാൻ പോലെ, അല്ലെങ്കിൽ തെങ്ങാവട്ടെ, പാഡി ആവട്ടെ, നെല്ലാവട്ടെ, എന്താണെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് വിത്ത് പാകിയത് മുതൽ അത് മുളച്ച് വരുന്ന അത് ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതെല്ലാം സെൻസർ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. സെൻസറൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൊബൈലിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇത്. അതിനാവശ്യമായിട്ട് വെള്ളം, മണ്ണ് സെൻസ് ചെയ്തിട്ടും വെള്ളം, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വളം, അതിനെന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരാളെ ആവശ്യമില്ലാതെ തന്നെ സ്വന്തമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈവൻ വെതർ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കൂടുതലും കേരളത്തിലെ വളരാത്ത ഒരുപാട് ക്രോപ്പുകളുണ്ട്. ഇപ്പം സ്ട്രോബെറി ആവട്ടെ, അങ്ങനെ വരുന്ന ക്രോപ്പുകളൊക്കെ ആണെങ്കിൽ അതിന് ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, അവിടെ വളരേണ്ട അന്തരീക്ഷം കൊണ്ടുവന്ന്, ആ ഒരു ഗ്രീൻ ഹൗസിൽ ആ ഒരു അന്തരീക്ഷം കൊണ്ടുവന്ന് അതിനാവശ്യമായിട്ടുള്ള ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിനാവശ്യമായിട്ടുള്ള ക്ലൈമറ്റ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം, അതിനാവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം സപ്ലൈ ചെയ്യുന്ന സിസ്റ്റം, അതാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പേറ്റൻറ്റിനൊക്കെ അപ്ലൈ ചെയ്തതാണ്. അതിൻ്റെ പേറ്റൻറ്റ് കാര്യങ്ങൾ പ്രോഗ്രസ്സിലാണ് എനിക്ക് തോന്നുന്നു, കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവർ. അതുപോലെ തന്നെ അങ്ങനെ വരുന്ന ഒരുപാട് സയൻറ്റിഫിക് പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട്. അത് ഇവിടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ CWRDM ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ ഒരുപാടുണ്ട്. QR ബേസ്ഡ് EV ചാർജിങ് സ്റ്റേഷൻ, ഇലക്ട്രോണിക് വണ്ടികളുടെ ചാർജിങ് സ്റ്റേഷൻ, അത് വളരെ സിമ്പിളായിട്ട് QR കോഡ് ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. അതുപോലെ തന്നെ സ്മാർട്ട് ഡിറ്റർജൻറ്റിൻ്റെ ATM, നമുക്ക് ആവശ്യമായ രീതിയിൽ അവിടെ QR കോഡുമായിട്ട് ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ അടിച്ചാൽ 10 രൂപയ്ക്ക് ഡിറ്റർജൻറ്റ് കിട്ടും. ജ്യൂസ് വെൻഡിങ് മെഷീന്, ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ QR കോഡ് വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജ്യൂസ് കിട്ടുന്ന മെഷീന്. ഹണി പ്രോസസ്സിങ് പ്ലാന്റുകൾ, ഒരുപാട് ഹണി പ്രോസസ്സിങ് പ്ലാന്റുകൾ കൃഷി വിജ്ഞാന കേന്ദ്ര പോലെയുള്ള ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്ര പോലെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്മളുമായിട്ട് ടൈപ്പായിട്ട് റിസർച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ഇതുപോലെയുള്ള സയൻറ്റിഫിക് പ്രോഡക്റ്റുകൾ വാങ്ങുന്നതും ഇത് റിസർച്ച് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും. അതുപോലെ തന്നെ മിൽക്ക് ATM, നമുക്ക് ആവശ്യമുള്ള അളവിന് മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ ATM. വേസ്റ്റ് വാട്ടർ റീയൂസ് സിസ്റ്റം, വേസ്റ്റ് വാട്ടർ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് അത് കൃഷി ആവശ്യത്തിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് അതിൻ്റെ pH, TDS ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്
കൺട്രോൾ ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചെടി നനയ്ക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള അളവിന് ചെടി നനയ്ക്കുകയും അതിൻ്റെ വാട്ടർ ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതലും പറയാനുള്ളതാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആരാണ് ഇതിൻ്റെ പിറകിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റുഡൻസ് പഠിക്കുന്നത് റിയൽ ഇന്നോവേഷൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ബ്രെയിൻ മിററിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികൾ എവിടെയാണോ അതിനനുസരിച്ച് മിററിങ് സംഭവിക്കുന്ന. അപ്പോൾ ഇതൊരു മെയിനായിട്ടുള്ള ഫാക്റ്റാണ്. ഇതാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്ത കാര്യങ്ങൾ. ടുഡേസ് റിയാലിറ്റി, ഇപ്പോഴുള്ള റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. എയും ഓട്ടോമേഷനും എവ്രിവെയർ എല്ലാ സ്ഥലങ്ങളിലും എയും ഓട്ടോമേഷനുമാണ്. ഇല്ലാത്തതൊന്നുമില്ല. ഹെൽത്ത് കെയറിലാണെങ്കിലും ഇപ്പം എഡ്യൂക്കേഷനിലാണെങ്കിലും എല്ലാത്തിലും എയും അതുപോലെ തന്നെ ഓട്ടോമേഷനും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫ്യൂച്ചേഴ്സ് ജോബ്, ഭാവിയിൽ വരാൻ പോകുന്ന ജോബ് എന്തായാലും അറിയാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടെക്നോളജി എല്ലാ ഇൻഡസ്ട്രിയിലും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ടെക്നോളജി ഇല്ലാത്ത ഇൻഡസ്ട്രി തന്നെ ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു AI എന്തെങ്കിലും അതായത് AIയിൽ കുറേ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് അല്ല. ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ റോബോട്ടിക്സും IoTയും എല്ലാം സമന്വയിപ്പിച്ച് കുട്ടികളെ കൊണ്ട് പ്രോജക്റ്റുകൾ ചെയ്യിപ്പിക്കുക. അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് പ്രോജക്റ്റുകൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവരെന്താണെങ്കിലും നല്ല എന്ത് ഒരു ആശയം പറയുകയാണെങ്കിലും നമുക്കത് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യവും ഫെസിലിറ്റിയും ഇപ്പോഴുണ്ട്. അപ്പോൾ കുട്ടികൾ പറയുന്ന അവരുടെ ആശയത്തിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു ട്രെയിനിങ്ങിന് ഉള്ളത്. ഇപ്പം നിലവിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, ലോ ക്രിയേറ്റിവിറ്റി, നോ പ്രാക്ടിക്കൽ എക്സ്പോഷർ, ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് ഓൺലി, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ തന്നെ ചെറുപ്പം ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു മേജർ ഇഷ്യൂ. ഇപ്പം വണ്ടി ഉരുട്ടാൻ വണ്ടിച്ചക്രം ഉണ്ടാക്കുന്നത് പോലും മുതൽ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത്, സ്വന്തമായിട്ട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത്, വരയ്ക്കുന്നത്, ഡാൻസ് ചെയ്യുന്നത്, അങ്ങനെ എന്താണോ എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി കുറവാണ്. പ്രാക്ടിക്കൽ എക്സ്പോഷർ തീരെയില്ല. ഈ എയും റോബോട്ടിക്സും ഇലക്ട്രോണിക്സും ഒക്കെ എന്തിനാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ടെക്നോളജി പഠിക്കുക എന്നുള്ളതാണ്. ഒന്ന്, എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്നോവേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും സ്കില്ല് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണകരമാണ് ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകളും ഇതുപോലെയുള്ള കാര്യങ്ങളും. ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കുട്ടികൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്, റിയൽ പ്രോജക്റ്റ് അവർ ചെയ്യും, അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് ആദ്യം മുതൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ വരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അവരിപ്പം റീസെൻ്റ്ലി കുട്ടികൾ ചെയ്തത് ഒരു AI മാപ്പാണ്. അതുപോലെ തന്നെ റോബോട്ടിക്സ് പഠിപ്പിക്കുന്ന കുട്ടികൾ റോബോട്ടിനെ ഫുഡ് സെർവിങ് റോബോട്ടിനെ ഉണ്ടാക്കുന്നുണ്ട്. അത് റിയലായിട്ട് റണ്ണിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് അവർ ചെയ്യുന്നത്. അവരുടെ ആശയവും നമ്മൾ ഡിസ്കഷനും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് അവരെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് സിലബസ് ഉണ്ടാക്കിയിട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. റിയൽ പ്രോജക്റ്റ് ചെയ്യും, ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവും, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ കോൺഫിഡൻസ് വളരെയധികം ഗെയിൻ ചെയ്യും. ഇൻഡിപെൻഡൻ്റ്ലി തിങ്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സ്കില്ലാണ് നമുക്ക് കുട്ടികൾക്കില്ലാത്തത്. എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നതെന്ന് പറയാം. ഓർഡിനോ ആൻഡ് സെൻസേഴ്സ്, റോബോട്ടിക്സ് ബിൽഡിംഗ് ഉണ്ടാവും, IoT സിസ്റ്റം, ESP32 പോലെയുള്ള മൈക്രോ കൺട്രോൾ സിസ്റ്റം, പിന്നെ കോഡിങ്, സിയിലൊക്കെ ഉള്ള കോഡിങ്, ഇത് ബേസ് ചെയ്തിട്ട് ഇത് മൈക്രോ കൺട്രോളിനെ കോഡ് ചെയ്യണമല്ലോ. അതിന് പ്രോഗ്രാം കോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സറും സെൻസേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും റൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡിങ്, ഡ്രോൺ ബേസിക്സ്. അപ്പോൾ ഇവിടെ വരുന്നതുകൊണ്ട് എന്താണ് ഗുണങ്ങൾ?
അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക്സ് കമ്പനിയാണ്. നമ്മൾ ഇവിടെ ക്യാമറ നിർമ്മിക്കുന്നുണ്ട്, ഓട്ടോമേഷൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിലുള്ള റിസർച്ചുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മാനുഫാക്ചറിങ് എക്സ്പോഷർ ഉണ്ടാവും. ഒരു ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് സംവെയർ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോകുന്ന അവിടെ അയക്കുന്ന ഒരു ഫീൽ ആയിരിക്കില്ല ഉണ്ടാവുക, റിയൽ വർക്ക് ഫ്ലോ ആയിരിക്കും. നമ്മുടെ ഇവിടെ ക്യാമറ, CCTV ക്യാമറ നിർമ്മിക്കുന്നുണ്ട്, അതവർക്ക് കാണാൻ പറ്റും. കൂടാതെ ഇതുപോലെയുള്ള നമ്മൾ ഈ ചെയ്ത വർക്കുകളും പ്രോജക്റ്റുകളും ഒക്കെ അവർക്ക് റിയലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ മുന്നേ പറഞ്ഞ പ്രോജക്റ്റുകളിൽ ചില പ്രോജക്റ്റുകൾക്ക് അവർക്ക് കാണാനുള്ള സൗകര്യം കൂടി ഉണ്ടാവും. പ്ലാന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ടാവും. മാനുഫാക്ചറിങ് എക്സ്പോഷറിലേക്ക് വരുമ്പോൾ CCTV അസംബ്ലിങ് അവർക്ക് കാണാൻ പറ്റും. അതുപോലെ റിയൽ കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് സോൾഡറിങ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകൾക്കൊക്കെ അവർക്ക് കണ്ടറിയാനും തൊട്ടറിയാനും പറ്റും. അതുപോലെ ടെക്നോളജി എക്സ്പോഷർ, IoT ഡിവൈസുകൾ, ഒരുപാട് IoT ഡിവൈസുകളുണ്ട്. നിങ്ങൾ തന്നെ കാണാത്ത ഒരുപാട് IoT ഡിവൈസുകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള IoT ഡിവൈസുകളൊക്കെ കുട്ടികൾക്ക് കാണാനും അതിനെ പരിചയപ്പെടാനും അതെങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നിർമ്മിക്കാം എന്ന് അവർക്ക് പഠിക്കാനും പറ്റും. അതുപോലെ ഒരുപാട് AI പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തതുണ്ട്, അതും ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാക്കാനും അവരുടെ ബുദ്ധിവികാസത്തിന് അതിന് ഒരുപാട് പ്രയോജനപ്പെടുകയും ചെയ്യും. പിന്നെ ഓട്ടോമേഷൻ സിസ്റ്റം, നമ്മൾ ചെയ്ത ഒരുപാട് ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ട്, അതും ഇവർക്ക് കാണാൻ പറ്റും. പിന്നെ വളരെ വിലപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് ഇൻട്രാക്ഷൻ. നമ്മുടെ തന്നെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് അവർക്ക് ഈ ഒരു കാലഘട്ടത്തിലെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സീനിയർ സയൻറ്റിസ്റ്റുകൾ, ഇന്ത്യയിൽ തന്നെ ഉള്ള സീനിയർ സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ഒരുക്കും. അങ്ങനെ വരുമ്പോൾ ഒരു റിസർച്ച് മൈൻഡ് സെറ്റ് എക്സ്പ്ലോഷർ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ കുട്ടികളുടെ മൈൻഡ് സെറ്റും സ്കില്ലും ഈ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡെവലപ്പ് ആവും എന്നുള്ളതാണ്. ക്രിറ്റിക്കലായിട്ടുള്ള അവസരങ്ങളിൽ തിങ്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല് അവർക്ക് വരും. നമുക്കറിയാം പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്, കുട്ടികൾക്ക് ക്രിറ്റിക്കൽ തിങ്കിങ് കുറവാണ്. അത് സ്കില്ലില്ലാത്തതുകൊണ്ടാണ്. ഇതുപോലെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്കില്ല് വരും. അങ്ങനെ വരുമ്പോൾ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് വളരെ എളുപ്പമാവും എന്നുള്ളതാണ്. ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാം. ഇതിപ്പം ഇന്ന സെൻസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരണമെങ്കിൽ, ഔട്ട്പുട്ട് ഇങ്ങനെ വരണമെങ്കിൽ അതിൻ്റെ ലോജിക്കൽ തിങ്കിങ് അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്കില്ലൊക്കെ വരുന്നതാണ് അവർക്ക്. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, എനിക്കൊരു പ്രോബ്ലം വന്നു, അപ്പോൾ എനിക്ക് ആ സെൻസർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് ഇങ്ങനെ ഇൻപുട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല് കൂടി അവിടെ വരും. ഇതൊക്കെയാണ് വേണ്ടത് കുട്ടികൾക്ക്, മുതിർന്നവർക്കൊക്കെ വേണ്ട സ്കില്ലാണിത്. ഡിസിഷൻ മേക്കിംഗ്, അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ, ഞാനിപ്പോൾ ഇന്ന അവസ്ഥയിലാണുള്ളത്, എനിക്കൊരു ഡിസിഷൻ വേണം. പല കുട്ടികളും അബദ്ധത്തിൽ പല ഡിസിഷനും മേക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പം എക്സാമിന് തോറ്റു കഴിഞ്ഞാൽ തന്നെ പല അബദ്ധങ്ങളും കുട്ടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കൂടി ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ലാക്ക് ഓഫ് സ്കില്ലാണ് ഇത്തരത്തിലുള്ള ഡിസിഷനിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്രിറ്റിക്കൽ തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കില്ലിങ്ങും ഒക്കെ ഡെവലപ്പായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു ഡിസിഷൻ മേക്കർ ആവാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അഡ്വാൻസ്ഡ് സ്കിൽസ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ. കുട്ടികൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അത് അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അവർ ഒരു 4 ആളെ മുമ്പിൽ ഇരുന്ന് അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി വർദ്ധിപ്പിക്കും. ലീഡർഷിപ്പ്, ഒരു ടീമായിട്ടായിരിക്കും ഇത് ബിൽഡ് ചെയ്യുക. അപ്പോൾ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്കുണ്ടാവും. ടീം വർക്ക് അവർക്ക് ഡെവലപ്പ് ആവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കോഴ്സിലൂടെ തന്നെ കിട്ടുന്ന സ്കില്ലുകളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു സ്ഥലത്ത് പോയാലും കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പോടെ പറയാം. കാരണം നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഈ ഒരു ക്യാമ്പ് ഫ്രീ ആയിട്ട് തരാൻ പറ്റും. കാരണം നമുക്ക് അങ്ങനെ
ഞങ്ങൾ ചെയ്യുന്നതും അങ്ങനെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്തതുണ്ടോ അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 പേരെടുത്ത് പോയിട്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു റിക്വയർമെൻറ്റായിട്ട് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ഓപ്പുലൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്ന് നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വരുന്നത്, ബ്രെയിൻ ഗെയിംസുകൾ വരും, ലോജിക് ചാലഞ്ചസുകൾ, അതുപോലെ തന്നെ ഇന്നോവേഷൻ ടാസ്കുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ക്യാമ്പ് വരുന്നത് 10 ദിവസമാണ്. ടൈം 10 മണി മുതൽ 3 മണി വരെ, 3-3:30 വരെ ആണ് ഉണ്ടാവുക. ആക്ടിവിറ്റീസും എല്ലാം ഉൾപ്പെടെ ഇതാണ് വരുന്നത്. അക്കമഡേഷൻ അവൈലബിൾ ആണ്. 10 ദിവസത്തേക്കുള്ള നമുക്ക് അക്കമഡേഷൻ കുട്ടികൾക്കനുസരിച്ച്, അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, കുട്ടികൾ വരുന്നതിനനുസരിച്ച് അക്കമഡേഷൻ അറേഞ്ച് ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇവിടെ താമസിക്കാത്ത കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. മുക്കം, കുന്നമംഗലം, താമരശ്ശേരി, ഈ നിയർ ബൈ, ഇപ്പം നമ്മൾ ഇത് നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ ഇരിക്കുന്നത് മാനൂരത്താണ്. നിയർ ബൈ ആയിട്ട് വരുന്ന കുട്ടികൾക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടി അവൈലബിൾ ആണ്. അത് നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കും. അപ്പം അതിന് നിങ്ങൾക്ക് മുക്കത്തു നിന്നാണെങ്കിലും, കുന്നമംഗലത്തു നിന്നാണെങ്കിലും, താമരശ്ശേരി ഭാഗത്തു നിന്നാണെങ്കിലും, കൊടുവള്ളി ഭാഗത്തു നിന്നാണെങ്കിലും, കൊടുവള്ളിയിൽ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് കിഴക്കോത്ത് ആ ഭാഗം വരെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബാക്കി കുറച്ചുകൂടി അപ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാവുന്നതാണ്. ഔട്ട്കംസ് ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ലെവല് നന്നായിട്ട് ഹൈ ആവും. മൊബൈൽ യൂസേജ് റെഡ്യൂസ് ആവും, മൊബൈൽ യൂസേജ് കുറഞ്ഞു വരും, റിയൽ സ്കില്ല് അപ്പാവും. പിന്നെ നമ്മൾ എന്തിനാ ചൂസ് ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ്. ഇൻഡസ്ട്രി എക്സ്പോഷർ, പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. പ്രാക്ടിക്കൽ തന്നെയാണ് ഇത്. ഈ ഒരു 10 ദിവസവും പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിരിക്കും. എക്സ്പേർട്ട് മെൻറ്റർഷിപ്പ് ഉണ്ടാവും. ഞാനുണ്ടാവും ഇതിൻ്റെ കൂടെ. ട്രെയിനിങ്ങിൽ പല ഭാഗത്തും അവർ സ്റ്റക്കാവുന്ന ഭാഗത്ത് ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടാവും. പിന്നെ ഇത് ട്രെയിൻ ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ ഓപ്പുലൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അല്ലാതെ നമ്മളവിടെ കോഴ്സ് ചെയ്യുന്ന പോലെയുള്ള സംവിധാനങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിരിക്കും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഞാനും ഉണ്ടാവും കേട്ടോ. ലൊക്കേഷൻ വരുന്നത് മാനൂരാണ്. ഫോൺ നമ്പർ 8648999888. ലിമിറ്റഡ് സീറ്റാണ്. നമുക്ക് ഒരു പരിധി വരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റ് ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഓഫർ കൂടിയുണ്ട്. നിങ്ങളൊരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫീയിൽ നിന്നും 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയ ഫീയിൽ നിന്നും 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. എന്തായാലും ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് എന്ന് പറയുമ്പം ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസീവേ അല്ല. ഒരു 30,000 40,000 ഒക്കെ റേഞ്ച് വരുന്ന കോഴ്സാണ്, ട്രെയിനിങ് ആണ്. എന്നാലും നമ്മൾ വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ 10,000 ആണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യണത്. നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിനും 20% ലെസ് ചെയ്ത് വരും. റെഫർ ചെയ്ത് 2 പേരുണ്ടെങ്കിൽ 20%, അതായത് നിങ്ങൾ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ 20% ലെസ് ചെയ്ത് വരും. അതിൽ അടങ്ങുക എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളെ കുട്ടികളുടെ താമസിക്കാനുണ്ടെങ്കിൽ താമസവും, അതുപോലെ തന്നെ ട്രെയിനിങ് ഫീയും, അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന കിറ്റ് എല്ലാം ഉൾപ്പെടെയാണ്. ട്രെയിനിങ് ഫീയും എല്ലാം ഉൾപ്പെടെയാണ്. ട്രാൻസ്പോർട്ടേഷൻ വേറെ തന്നെയാണ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷനും ഫുഡും എക്സ്ട്രാ ആണ്. ട്രാൻസ്പോർട്ടേഷനും ഫുഡിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ എക്സ്ട്രാ ആണ്. അത് നമുക്ക് എത്രയാണോ ആക്ച്വൽ എമൗണ്ട് ആയിട്ടാണ് വരുന്നത്, ഫുഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ പറഞ്ഞു, എത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ദിനം നേരുന്നു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ബൈ.